അപ്പൊ മുത്തുമണികളെ എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് അറിയാലോ, വല്ലാത്ത ജാതി ഫ്രം കോഴിക്കോട്. ഇത് നാസർക്ക ഫ്രം കണ്ണൂര്. അപ്പൊ നമ്മളെ നാട്ടില് കോഴിക്കോട് ഒരുവിധം ആൾക്കാർ, കോഴിക്കോട് ആകട്ടെ, തിരുവനന്തപുരം ആകട്ടെ, കൊല്ലം ആകട്ടെ, തൃശ്ശൂർ ആകട്ടെ, പത്തനാപുരം ആകട്ടെ, ഏത് ജില്ലയിലാണെങ്കിലും വിവാഹത്തിന് ശേഷം പെണ്ണുങ്ങള് വരന്റെ വീട്ടിലേക്കാണ് ആദ്യരാത്രി കഴിക്കാൻ പോണത്. ഈ കണ്ണൂരില് ആണുങ്ങള് പെണ്ണിന്റെ നാട്ടിലേക്കാണ് ആദ്യരാത്രി കഴിക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നാസർക്ക ഇവിടെ പറയും. നാസർക്ക എന്തുകൊണ്ട് എങ്ങനെയാണ് അത്? കല്യാണി ബിരിയാണി കിട്ടുന്നത് കണ്ണൂര് പെണ്ണിന്റെ വീട്ടിലാണ്. രാത്രി ആണിന്റെ വീട്ടിൽ കല്യാണ ബിരിയാണി ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അവന്റെ ചങ്ങായിമാരിലും വന്നിട്ട് അടിച്ച് തീർത്തിട്ടുണ്ടാവും. കല്യാണ ലഗോൺ ബിരിയാണി രാത്രി കോയെല്ലാം പൊരിച്ച് നല്ല മുട്ടമാലയിൽ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ലഗോൺ ബിരിയാണി. മുട്ടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല, 5 പവന്റെ മാലിന്റെ മുട്ട. അതായത് നിങ്ങൾക്ക് കണ്ണൂരിന്റെ സ്നേഹം അറിയില്ല. കണ്ണൂർ സ്നേഹിക്കാൻ അറിയൂല സത്യത്തില്. കണ്ണൂരിന് കണ്ണൂരിന് കല്യാണം കഴിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം വെച്ചാല് അവിടെ ആവുമ്പോ ഉള്ള ഫുള്ള് ചെലവ് ഓലാണ് നോക്കണത്. പക്ഷെ കൊടുക്കണം, പൈസ കൊടുക്കണം, മാസത്തിന് ചെലവിന്റെ പൈസ കൊടുക്കണോ? അങ്ങനെ ഉണ്ടോ? ഒരു 10,000 വെച്ചിട്ട് മാസം ചെലവിന് കൊടുക്കണോ? അല്ലെങ്കിൽ അമ്മോച്ചന്റെ തനിക്കോണം നീ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് കണ്ണൂര് വരന് വധുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അതിരാത്രി നടത്തുന്നത്. പക്ഷെ എന്താ പറയാ, അത് ഒരു ചടപ്പുള്ള കാര്യല്ലേ? നമ്മൾ അതിരാത്രി വധുവിന്റെ വീട്ടിലാവുമ്പോ അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനത്തെ ചടപ്പിന്റെ ആവശ്യം മനസ്സിലാക്കണ്ടെന്നറിയോ? അങ്ങനെ ചടപ്പിച്ച എന്ത് ചടപ്പായാലും ചുടുപ്പായാലും മനസ്സിലാക്കണ്ടെന്നറിയോ? നമുക്ക് കണ്ണൂര് കിട്ടുന്ന സ്നേഹം, അതായത് നമ്മളിപ്പോ നീ പറഞ്ഞില്ലേ അച്ചു വീട്ടിലെ പോയി താമസിക്കുന്നതെന്ന്. അച്ചു വീട്ടിൽ പോകുമ്പോ നല്ല കല്യാണ ലഗോൺ ബിരിയാണി, ബീഫ് ബിരിയാണി, കല്യാണ ബിരിയാണി അന്നേ തലശ്ശേരി നല്ല മുട്ടമാലെല്ലാം ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ ബിരിയാണിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നസീർ ഉസ്മാനിലും. ആ ബിരിയാണിയാണ് അതുകൊണ്ടാണ് പ്യാപ്പിളാർ എന്താക്കുന്നത്, അച്ചു വീട്ടിൽ പോയിട്ട് താമസിക്കുന്നത്. മനസ്സിലായാ? അതേ ബിരിയാണി അവിടെ കൊടുക്കുന്നുണ്ട്. കല്യാണ ബിരിയാണി തിന്നാൻ വേണ്ടിട്ടാണ് അച്ചു വീട്ടിൽ പോയി താമസിക്കുന്നത്. അതേ ബിരിയാണി നസീർ ഉസ്മാനിൽ കൊടുക്കുന്നത്. മനസ്സിലായിക്കേ? അപ്പൊ എല്ലാവരും അച്ചു വീട്ടിൽ പോയി താമസിക്കണ തലശ്ശേരിക്കാര് സ്പെഷ്യൽ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഒന്നെങ്കിൽ നാട്ടില്, ഇല്ലെങ്കിൽ നമ്മളെ നസീർ ഉസ്മാൻ റെസ്റ്റോറന്റിലേക്ക് പോന്നോളി. അപ്പൊ എല്ലാരും എന്താ പറയാ, തലശ്ശേരി കല്യാണ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോന്നോളി. ഇങ്ങോട്ട് പോന്നോളി നമ്മളെ വീട്ടിലെ കല്യാണ ബിരിയാണി.